അസ്സലാമു അലൈക്കും. നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മൾ താഴേക്കോട് യൂണിറ്റ് വ്യാപാരി കമ്മിറ്റി സംഘടിപ്പിക്കുന്ന 4 പതിറ്റാണ്ടിൻ്റെ ചരിത്ര പുസ്തകത്തിലേക്ക് തൻ്റേതായ വ്യക്തിമുദ്രകൾ പതിപ്പിച്ച് വ്യാപാര രംഗത്ത് ഒരു 7 പതിറ്റാണ്ടോളം വ്യാപാര രംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ഞങ്ങളുടെ മെമ്പറായിട്ടുള്ള പ്രിയപ്പെട്ട ഒടുവിൽ അബൂക്കർ ഹാജിയെ ആണ് ഞങ്ങൾ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ 4 പതിറ്റാണ്ടിൻ്റെ ചരിത്ര പുസ്തകത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പുകൾ, അദ്ദേഹം തുടക്കം മുതൽ കച്ചവടം നടത്തിയ കാലം തൊട്ട് ഇതുവരെ തുടക്കത്തിൽ താഴേക്കോടിൻ്റെ ഒരു രൂപവും അതോടൊപ്പം തന്നെ ഇപ്പോൾ താഴേക്കോടിൻ്റെ ഒരു പുരോഗതിയും അതോടൊപ്പം തന്നെ നമ്മളെ ഈ ഒരു 4 പതിറ്റാണ്ടിൻ്റെ ചരിത്ര പുസ്തകം മറക്കുന്നതിലുള്ള അതിൻ്റെ ഒരു അഭിപ്രായവും അദ്ദേഹം നമ്മോട് വിശദീകരിക്കും. അതിന് അദ്ദേഹത്തെ പ്രിയപ്പെട്ട അബൂക്കർ ഹാജിയെ ആദരവ് ക്ഷണിക്കുകയാണ്. യൂണിറ്റ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാനും അതുപോലെ തന്നെ യൂണിറ്റ് ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് മമ്മൂക്കുട്ടി ക്യാറാട്ടിലും ഞങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട സെക്രട്ടറി 2 വാക്ക് പറഞ്ഞതിന് ശേഷം ഹാജിയെ സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ഒരു സന്ധ്യമെന്ന് ഉദ്ദേശിച്ചിരിക്കുകയാണ്. നമ്മുടെ താഴേക്കോടിൻ്റെ ചരിത്രം വരും തലമുറ അത് അറിയണം. ഇന്നത്തെ തലമുറയ്ക്ക് എന്തായിരുന്നു പഴയ താഴേക്കോട്, 4, 5, 6 പതിറ്റാണ്ട് മുമ്പത്തെ താഴേക്കോട് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അത് നാളേക്കൊരു പുസ്തക രൂപത്തിൽ നമ്മളത് പ്രകാശിപ്പിച്ചു വെച്ചാൽ വരും തലമുറക്ക് അത് അറിയാൻ പറ്റും. ആ ഒരു സൗജന്യത്തിലാണ് ഇതിന് മുന്നിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി ഭാവുകങ്ങൾ നേരണം എന്ന അപേക്ഷയോടെ അബൂബക്കർ ഹാജി തുടരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മുടെ താഴേക്കോടിൻ്റെ ചരിത്രം, എൻ്റെ ജനനം 1942 ജൂൺ മാസത്തിലാണ്. ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ നിന്ന് നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടി 1947 കിട്ടിയതിന് ശേഷം 1948 ഇവിടെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ ഒരു സ്കൂൾ സ്ഥിതി ചെയ്തിരുന്നു. ആ സ്കൂളിൽ അതിൻ്റെ പേര് ബോർഡ് മാപ്പിള ഗേൾസ് സ്കൂൾ മുതിർമണ്ണ എന്ന നാമധേയത്തിലായിരുന്നു. കാരണം അന്ന് ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ കീഴിലായിരുന്നു ആ സ്കൂൾ നടത്തിയിരുന്നത്. അന്ന് നമ്മൾക്ക് മദ്രാസ് അസംബ്ലിയാണ് അതിൻ്റെ കീഴിൽ നടത്തുന്ന ഒരു സ്കൂളാണ്. വാടക കെട്ടിടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചേർന്നതിന് ശേഷം ഞാൻ 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ അംഗീകാരം എടുത്തു പോവുകയും എൻ്റെ കുട്ടിക്കാലത്ത് താഴേക്കോട് ഞാൻ പ്രവേശിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ ഹുസൈൻ അബ്ദുക്കുട്ടിയാക്ക, കൊളച്ചാരി ഉണ്ണീനാജി, മുറിയത്ത് പറമ്പിൽ അംസാക്ക എന്ന 3 വ്യക്തികളുടെ പരക്ക് കച്ചവടമായിരുന്നു അവിടെ സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ചായക്കച്ചവടം, പൊരിക്കട ചീക്കാക്ക, പിന്നെ മണ്ണിൽ ഉണ്ണിക്കുട്ടിയാക്ക, കുഞ്ഞാമിലിയാക്ക, ആളുടെ അനുജം അദ്ദുവാക്ക എന്ന പേരിൽ താഴേക്കോട് സെൻറ്ററിൽ ഒരു ചായക്കച്ചവടം ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ കുട്ടിക്കാലത്ത് അറിയാവുന്ന ഇത്രമാത്രം കച്ചവടമാണ് താഴേക്കോട് ഉണ്ടായിരുന്നത്. കരിങ്കല്ലത്താണിയിലാണെങ്കിലും അത്ര തന്നെയുള്ളൂ. ഒരു അക്കര ഉണ്ണിയാക്ക എന്ന ആൾക്കൊരു ചായക്കടയും, വേറെ ഇപ്പുറത്ത് അക്കര കരകൂട്ടത്തിലൊരു ചായക്കട ഈ പോത്താണി റോഡിൽ പ്രവേശിക്കുന്ന വലതുഭാഗത്തായിട്ട് ചായക്കടയും ഉണ്ടായിരുന്നു. പിന്നെ പൊന്നേത്തെ ഹസനാക്കാടെ വീടും അതിൻ്റെ മുമ്പിലുള്ള ഒരു പീടികയും മാത്രമാണ് കരിങ്കല്ലത്താണി ഒരു ടൗണായിട്ടുണ്ടായിരുന്നത്. ഇന്ന് അന്നത്തെ പെരിന്തൽമണ്ണയേക്കാൾ ഉപരി ടൗൺ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ കരിങ്കല്ലത്താണി എന്ന് പറയുന്ന സ്ഥലം. അതേമാതിരി താഴേക്കോട് ഇപ്പോൾ വലിയ ഒരു അങ്ങാടിയായി മാറിയിട്ടുണ്ട്. ഞാൻ താമസിക്കുന്ന മുതിർമണ്ണയിൽ 3 ചായക്കട ഉണ്ടായിരുന്നു. ഒന്ന് പൂക്കോളം കുഞ്ഞാമ്പത് എന്ന് പറയുന്ന ആളുടെ ചായക്കടയും, പൂക്കോളം മമ്മിച്ചാജി എന്ന് പറയുന്ന ആളുടെ ഒരു ചായക്കടയും, പിന്നെ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞങ്ങളുടെ സ്ഥലം വാങ്ങിയതിലൊരു ചായക്കട ഉണ്ടായിരുന്നു. ആ ചായക്കടയിൽ 13ാമത്തെ 14ാമത്തെ വയസ്സിൽ ഞാനും ഒരു ചായക്കട ഓപ്പണാക്കി. വളരെ കാലം ചായ കച്ചവടം ചെയ്തതിന് ശേഷം ആണ് ഞാൻ പലചരക്ക് കച്ചവടത്തിലേക്ക് പ്രവേശിച്ചത്. ആ പലചരക്ക് കച്ചവടം 38 വർഷം
ഞാൻ തുടർച്ചയായിട്ട് ഞാൻ തന്നെ കച്ചവടം ചെയ്ത് പോന്നു. അതിൻ്റെ ശേഷം എനിക്ക് കച്ചവടം ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോൾ എൻ്റെ മൂത്ത മകനെ ഏൽപ്പിച്ച് ഇപ്പോഴും ആ കച്ചവടം ഒരു മിനി സൂപ്പർ മാർക്കറ്റുമാരി നടന്നു പോരുകയാണ്. ഞാൻ മെമ്പർഷിപ്പ് എടുത്ത് താഴെക്കോട് മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഈ സംഘടന വരികയും അതിലൊരു മെമ്പറായി അംഗമായി ചേരുകയുമാണ് ഉണ്ടായത്. അത് എൻ്റെ അയൽവാസിയായിരുന്ന കപ്പൂര് അബ്ദുൽ ഹമീദാണ് അന്ന് അതിൻ്റെ ഞാൻ ചേരുമ്പോഴുള്ള പ്രസിഡന്റ്. പിന്നെ അത് ഇങ്ങനെ തുടർച്ചയായിട്ട് പോകുന്നതാണ്. അന്ന് വളരെ വിരളമായ കച്ചവടവും അതിന് അനുസരിച്ച ഒരു സംഭവമായിരുന്നു. ഇപ്പോൾ അത് വളരെ വിപുലമായിട്ടുള്ള ഒരു കച്ചവടം ഒക്കെ എല്ലാ സ്ഥലങ്ങളിലും പടർന്നു പിടിക്കുകയും അത് ഭംഗിയായിട്ട് നടക്കുകയും ചെയ്യുന്നു. അതേമാതിരി തന്നെ അസോസിയേഷൻ അതിനെ നന്നായിട്ട് പ്രവർത്തിക്കുകയും ആ സംഘടന തലമുറയായി കൈമാറി വന്ന് ഇപ്പോഴത്തെ പ്രസിഡന്റ് സെക്രട്ടറിയാണ് എൻ്റെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന രണ്ടാളുകൾ. അത് ഭംഗിയായിട്ട് നടക്കുകയുമാണ്. ഈ ചരിത്രം ബഹുമാനിക്കാർക്കൊന്നും അറിയില്ല എങ്കിലും ഒരു സീനിയർ സിറ്റിസൺ എന്ന നിലയ്ക്ക് എനിക്കിപ്പോൾ 83-ാമത്തെ വയസ്സാണ്. അപ്പോൾ എൻ്റെ അറിവിനെ വെച്ചിട്ട് ഞാൻ അതിനെ ചെറുതായിട്ട് വിവരിക്കുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞ് അവിടെ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി ഒരു 1-2 ചോദ്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കട്ടെ. ഇപ്പോൾ അന്നത്തെ കാലത്ത് കരിങ്കല്ലത്താണിയേക്കാളും താഴെക്കൂടിനേക്കാളും സിറ്റി എന്ന് പറയുന്നത് പൂവത്താണി ആയിരുന്നു. ആയിരുന്നില്ല അല്ലേ? അവിടെ പ്രമുഖമായിട്ട് 2-3 കച്ചവടമുണ്ടായിരുന്നു. പിലാക്കൽ ഔറാംതിയാക്കാർ അതിൽ കാര്യമായിട്ട് മറ്റേ മൂപ്പര മകന് മറ്റേ എന്താണ് അടുത്ത് മരിച്ചില്ല, എന്താണ് ചെറുക്കന്മാരെ വാപ്പയൊക്കെ കോളേജിൻ്റെയൊക്കെ പ്രസിഡന്റ് ഉണ്ടല്ലോ, മായമാജി അങ്ങനെ കച്ചവടത്തിനുണ്ടായിരുന്നു. പിന്നെ അവിടെ മറ്റേ ബാപ്പും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ സാമാനത്തിന് ഞാൻ ഇപ്പാടെ കൂടെ പോകുമ്പോൾ അവിടുന്ന് ഉപ്പടക്കം വാങ്ങിക്കൊണ്ടേ പൂവത്താണി ഇവരെ അറൗണ്ടിയേക്കാടെ വീടിൽ നിന്നാണ് പിന്നെ പലർക്ക് സാധനം വാങ്ങുക. മാർക്കറ്റ് അവിടെ ചന്ത പിന്നെ ആഴ്ച ചന്ത ഉണ്ടായിരുന്നു. ആ ആഴ്ച ചന്തയിൽ നിന്ന് മറ്റേ ഈ മീന് വെറ്റില പോലെ മറ്റുള്ള സാധനങ്ങളൊക്കെ ഈ ചന്തയിൽ നിന്നാണ് വാങ്ങിയത്. പിന്നെ നമ്മൾ താഴെക്കോട് നീർച്ച നടന്നില്ലല്ലോ. ആ നീർച്ച ഒരാഴ്ച 7 ദിവസമാണെന്നാണ് എൻ്റെ ഓർമ്മ. 7 ദിവസം അത് ചിലപ്പോൾ 14 ദിവസമൊക്കെ 14 ദിവസമൊക്കെ ആണ്. അന്നത്തെ കാലത്തൊക്കെ നമ്മളെ താഴെക്കോട് വൈകുന്നേരം ഉണ്ടാകുമ്പോൾ കണ്ടമാനം ജനങ്ങൾ കൂടുക. പിന്നെ താഴെക്കോടിന് ക്ഷീണം സംഭവിച്ചത് നമ്മളെ അരക്കുപറമ്പ് റോഡ് ഓപ്പനാകാതെ, അതായത് നമ്മളെ റോഡ് മാട്രക്കിൽ ഇപ്പോൾ ഇന്നത്തെ റോഡ് ഓപ്പനാകാതെ കരിങ്കലത്താണിയിൽ നിന്ന് റോഡ് വെട്ടി. അതിന് ശേഷമാണ് താഴെക്കോട് ക്ഷീണിച്ചതും കരിങ്കലത്താണി വലുത്. അങ്ങനെ തന്നെ അല്ല. ഇപ്പൊ ഒന്നിനൊന്നിനെ കുറ്റപ്പെടുത്തല്ല. പിന്നെ ഇനി ഒന്ന് ചോദിക്കാതെ, ഇപ്പൊ അന്നത്തെ കാലത്ത് ഇപ്പോ നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും, 1 കിലോ അരിക്കൊക്കെ അന്ന് എന്ത് ഉണ്ടായിരുന്നു? അന്ന് അരി പീടി തന്നെ പിന്നെ അരി നമ്മൾ ഈ ബ്രിട്ടീഷുകാര് ചരിത്രം പറയാണെങ്കിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് നമുക്ക് ഭയങ്കര പട്ടിണിയായി. ഇവിടെ ഭൂസ്വത്തുള്ള പിന്നെ ഭൂമിയുടെ ഉടമകളും കൃഷി നടക്കുന്ന വൻകിട കൃഷിക്കാർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിലാണ്. ഒരു കൂലിപ്പണി എടുക്കുന്ന ആൾക്ക് പിന്നെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതിന് കാര്യം ഞാൻ പറഞ്ഞുതരാം. കൂലി ആദ്യം 8 അണയാണ് ഒരാൾക്ക് കൂലി. 50 പൈസ. ഇപ്പോഴത്തെ 50 പൈസ. 50 പൈസയിൽ പോയിട്ട് പിന്നെ അത് 10 അണയായി. 12 അണയായിട്ട് ഞാൻ പണിയെടുപ്പിച്ച ബുക്ക് ഇപ്പോൾ ഞാൻ കൂലിക്കാർക്ക് കൂലി എടുത്തപ്പോൾ പിന്നെ 12 അണാണിനെ 1.25 ഒരാണിനെ കൊണ്ട് എനിക്ക് സ്ഥിരം ഒരു ചെറുമി പഠിക്കുന്നുണ്ടാവും. അപ്പോൾ 12 ഒന്നാണ് 1.25 റുപ്യാണ് ഞാൻ കൊടുത്ത് സ്ഥിരമായി. എത്രയോ എല്ലിപ്പണി പാർപ്പണിയും ഒക്കെ എടുത്ത് കണക്കിൻ്റെ അടുത്തുണ്ട്. അങ്ങനെ
ഇത് ഈ ചായ കച്ചവടം ഞാൻ നടത്തിയതല്ലേ പകുതി കാശ് കിട്ടില്ല. കാരണം എന്താ അറിയാം, ഒരു പൂരിക്കാരനെ കൊണ്ട് ചായ കുടിച്ചാൽ കായ് കൊടുക്കാൻ കഴിയില്ല. പറയുമ്പോൾ ഞാൻ കച്ചവടം ചെയ്യുന്ന കാലത്ത് 2:45 ചായ 2:45 കടിയും വിറ്റപ്പോൾ അനവധിക്കാരൻ അന്നത്തെ കാലത്ത്. അതിൻ്റെ മുമ്പ് ഒരാണി എന്താണ് ചായക്ക് ഒരാളെ കടിക്കും അങ്ങനെയായിരുന്നു. മുക്കാലും മണയും തമ്മിലുള്ള വ്യത്യാസം അതിപ്പോ അത് പറഞ്ഞാലേ അന്നത്തെ നാണയത്തിന്റെ 12 പൈ എന്ന് പറയും. ഇപ്പൊ നയാ പൈസ അറിയണ മാതിരി പൈ എന്ന് പറയും. ആ ഈ 12 പൈക്കാണ് ഒരണ. ഈ ഒരണക്ക് 4 മുക്കാലാണ്. ഒരണക്ക് 4 മുക്കാലാണ്. 16 അണക്ക് 1 റുപ്യ. അല്ല ഈ 4 മുക്കാലിൽ തന്നെ ഒരു ചൊല്ലുണ്ട്, ഓട്ടമുക്കാലുണ്ട്, അതിൽ വലിയ മുക്കാലുണ്ട്. ഇപ്പൊ ചെമ്പിന് കൊടുത്താൽ കിട്ടുന്ന വില വരൂല എന്നാണ് ആ മുക്കാലിന്റെ വില. നല്ല ഒറിജിനൽ ചെമ്പ്. ഓട്ടമുക്കാല് അത് പിന്നെ 1 മുക്കാലുണ്ട്, ഒരു 10 മുക്കാൽ അടിച്ചാൽ ഓട്ടമുക്കാൽ അടിച്ചു പോകും. അത്രയും കനണ്ടാണ്, അതിൽ ലാഭത്താണ്. പിന്നെ 2 മുക്കാലുണ്ടായിരുന്നു. 2 മുക്കാല് പിന്നെ ചെമ്പല്ലാത്തൊരു സാധനം, ഒരു ലോഹരുന്നു. അതിങ്ങനെ 4 ചതിരായിട്ട് 4 കോണായിട്ട്, അതാണ് 2 മുക്കാൽ. പിന്നെ ഇതിൽ തന്നെ ഈ 2 പൈ, അതായത് ഒരു പൈ, അന്ന് അതിനൊരു പൈസ എന്ന് പറയാം. പൈസ ഇല്ല എന്താണ് 2 പൈ കൂടി എന്തോ ഒരു പേരുണ്ട് അങ്ങനത്തെ. ഇപ്പൊ അന്നൊക്കെ ഞാൻ ഈ സ്ഥലത്തോട്ടിയൊക്കെ പറഞ്ഞു, അയാൾ കച്ചവടം ചെയ്ത കാലത്ത് ഞാൻ അയാളെ ആ മെയിലിട്ടിന്നുണ്ട് ചെറുക്കൻ്റെ മയമാക്കാട് 5 മെയിൽ ഓൻ്റെ ഒപ്പം പിടിച്ചാൽ. അങ്ങനെ ഓരോ കച്ചവടമൊക്കെ അവിടെ നിർത്തിയിട്ടേ ഈ ബുക്കുകളും കാര്യമൊക്കെ ഓരോ വീട്ടിൽ കൊണ്ട് വെച്ചു. ഇപ്പൊ സ്കൂളിൽ വന്നപ്പോഴേ ഇങ്ങനത്തെ കൊണ്ടൊരു ബുക്ക്, ഇങ്ങനെ ചട്ടവയ്ക്കൊരു ബുക്ക്. അപ്പോൾ ഈ കണക്ക് ചെയ്ത് തിരട്ടും നാൾ വഴി വെച്ചിട്ടാണ് കണക്ക് ചെയ്തത്. തിരട്ടും നാൾ വഴി എന്ന് പറയുന്നത് എന്താ പറയുക, ഇപ്പോൾ 2 മുക്കാലിന് മുളക്, 1 മുക്കാലിന് ഉപ്പ്, 2 മുക്കാലിന് മറ്റേത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൂട്ടിയിട്ടൊരു 8 അണി 8 അണി ഒക്കെ ഉണ്ടാവും. അത് ടോട്ടൽ എത്രയെന്ന അടിയിൽ ഇതിൻ്റെ വിസ്തീർണ്ണമൊക്കെ ഇങ്ങനെ എഴുതിയിട്ട്. ഇപ്പം നിങ്ങൾ വന്നാൽ 2 മുക്കാലിന് നിങ്ങൾക്ക് മറ്റേത്, 2 മുക്കാലിന് മുളക്, 14 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതിയിട്ട് അത്രയോട് വന്ന് മൂല്യായില്ലേ. കാരണം അത്ര മതി ആ സാധനത്തിന്. പിന്നെ അന്നത്തെ കാലത്ത് ഇപ്പോ നമ്മളിപ്പോ പഞ്ചസാര എന്നൊക്കെ പറയും, ശർക്കര വല്ല മാറ്റേ ഇതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വല്ല മാറ്റേ എന്തെങ്കിലും പ്രത്യേക വിഭവങ്ങൾ ഉണ്ടാക്കാനൊക്കെ നമ്മൾ ശർക്കര വാങ്ങാറുണ്ട്. അന്നത്തെ കാലത്ത് പഞ്ചസാര എത്രത്തോളം വിപണികളുണ്ടായിരുന്നു? വളരെ കുറവായിരുന്നു. നമ്മൾ വീട്ടുകളിലെ 90% ആളുകളും വെല്ലച്ചക്കരയും ചായപ്പൊടിയോ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ വെല്ലച്ചക്കര അതിൽ ഇടുകയല്ലേ. വെല്ല ശർക്കര പൊട്ടിച്ചിട്ട് ഒരു പൊട്ട് ഇങ്ങനെ കടിച്ചു വിട്ടിട്ട് കട്ടൻ ചായ, വലിയ രസമാണ്. പഴങ്ങൾ കുടിച്ചു നോക്കൊണ്ട് കട്ടൻ ചായ, പിന്നെ വെല്ല ചായ കുടിച്ചിട്ടുണ്ട്. ഞാൻ കൊടുത്തു. അങ്ങനെ ഇപ്പൊ ഞാനീ പറയില്ല അരി ഇട്ടൂലെന്നില്ലേ, അരി പീടിയിൽ വിൽക്കാൻ പാടില്ലേ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് വിൽക്കാൻ പാടില്ല, അത് നമുക്ക് കിട്ടൂല. പിന്നെ അരിക്കച്ചവടം നടന്നത് എങ്ങനെയാ അറിയുന്നത്, പിന്നെ നമ്മളിപ്പോ ഈ നെല്ല് പോയിട്ട് സംഭരിക്കും. ഓരോരുത്തർ പോയിട്ട് ഇപ്പൊ ഈ മരുതല മില്ല എന്നൊരു പേരുണ്ടായിരുന്നു. മരുതലക്കാരൊരുപാട് അരിക്കച്ചവടക്കാരുണ്ടായിരുന്നു. ഒരു പിന്നെ നെല്ല് ശേഖരിച്ചു കൊണ്ട് പീങ്ങി ഉണക്കിയിട്ട് കുത്തിയിട്ട് അരിയാക്കിയിട്ട് വെച്ചിരുന്നു. അത് അവിടെ ആ പെണ്ണുങ്ങളൊക്കെ വീട്ടുകളിലാണ് കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ട് ഓല് കുത്തിയിട്ട് ഓല് വിൽക്കുക. ഒരു വിലക്ക് നെല്ല് വാങ്ങിക്കൊണ്ട് ഓല് വിൽക്കുക. അപ്പൊ പിന്നെ താഴെക്കൂടെ നമ്മൾ അന്നത്തെ അങ്ങാടി എന്ന് പറയുമ്പോ പിന്നെ അന്ന് ശരിക്ക് ഈ പള്ളി ബിൽഡിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്തങ്ങാടി ഞാൻ നമ്മളെ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കൂടെ ആയിരിക്കും മജീദും കൂടി നമ്മൾ ഇന്ന് പിന്നെ ഇന്നത്തെ നമ്മുടെ പിന്നെ വീഡിയോയിലുണ്ട്, അതുകൊണ്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യണം. പിന്നെ നമ്മളെ ഇപ്പൊ ഞാൻ ഈ ഒസ്താര കച്ചവടം തന്നില്ലേ, ഒസ്താര കച്ചവടം തന്നപ്പോ പുറത്താരിക്കാര് പിന്നെ അതിനാ പരിഷ്കരിച്ച് കഴിച്ചതിന്റെ പടിഞ്ഞാറ് തലക്കിയത് അപ്പോഴൊന്നിന്റെ ഭാവം മാറ്റിയിട്ടില്ല. പടിഞ്ഞാറ് തലക്കിയ ഒതുക്കാണ് കയറണം. അവിടെ ഒരു പഴയ പീടിയ, അത് ഒസാനത്തോട്ടിയാക്കാടെ പീടിയാണ്. അതായത് എൻ്റെ
മുമ്പിലെ വീട്ടില് എൻ്റെ പീടിയുടെ നേരെ മുമ്പിലെ ഓപ്പോസിറ്റിന്റെ വീട്ടില് അതുകൊണ്ട് ഞാൻ കച്ചവടിക്കുന്നത്. പിന്നെ അന്നത്തെ കാലത്ത് ഒരു കരിപ്പെട്ടി ചായ എന്ന് പറഞ്ഞൊരു ചായ ഉണ്ടായിരുന്നു. അത് കരിപ്പെട്ടി എന്ന് പറയുന്നത് അതിൽ ഇപ്പോഴും ആ ശർക്കരക്ക് വില കൂടുതലാണ്. ഈ കരിപ്പെട്ടി ഇട്ടിട്ട് ചായ എന്ന് കിട്ടുള്ളൂ. പഞ്ചസാര ഉണ്ടായില്ല. പഞ്ചസാര അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ ചായ കുറച്ച് ചെയ്യുന്ന കാലത്ത് അവിടെ ചക്കരപ്പൊടി മാത്രമാണ്. പൊടിയോ? ചക്കരയുടെ പൊടിയോ ശർക്കര അതാണ് ചായ. അത് ചായയിട്ട ഒരു രുചിയൊന്നുമില്ല. ഇവിടുത്തെ മുതലാളിമാർ ചായക്ക് വരുമ്പോലെ വീട്ടിൽ നിന്ന് കുറച്ച് പഞ്ചാര പൊതിയും കൊണ്ട് എന്നിട്ട് ആ പഞ്ചാര ഇട്ടിട്ട് ഞാൻ ചായ കുടിക്കും. പീടിയിൽ ഇതേ ഉണ്ടാവുള്ളൂ. പഞ്ചാര കിട്ടും. വിപണിയിലില്ല. വിപണിയില് സാധനമല്ല. അരിയില്ല. അതിനിപ്പോൾ അടുത്ത കാലത്തല്ലേ നമ്മളെ ആന്ധ്രയുടെയും എൻ്റെ തമിഴ്നാടിൻ്റെയും പിന്നെ മൈസൂരിൻ്റെയൊക്കെ ചെക്ക് പോസ്റ്റ് എടുത്തത്. ഇപ്പം നമ്മളെ ഈ പിന്നെ രണ്ടാമത് റേഷനിങ്, അതായത് ബ്രിട്ടീഷുകാരെ റേഷനിങ് കഴിഞ്ഞിട്ട് നമ്മളെ ഗവൺമെൻറ് റേഷനിങ് ശേഷമാണ്. നമ്മൾ തമ്മിൽ എന്തിനാ ഇപ്പോൾ ഈ അയൽവാസികളിങ്ങനെ ചെക്ക് പോസ്റ്റ് ഇടുന്നു? നമ്മൾ സ്റ്റാർ വാപ്പൂജയ്ക്ക് കച്ചവടം, പിന്നെ അരിക്കച്ചവടം അട്ടപ്പാടിയിൽ നിന്ന് സൈക്കിളും അരി കൊടുന്ന് വിട്ടിട്ട് മുതലാളിമാരായതല്ലേ. കള്ളക്കടത്തിലായിരുന്നു മലപ്പുറമായിമാരിക്ക്. പിന്നെ ഇപ്പോ ബോംബെ ഇപ്പൊ നമ്മൾ പൊന്ന് വെല്ലുവിളി എന്ന് പറയും, എല്ലാവർക്കും സുപരിചിതമാണ്. പക്ഷെ അതിന് പഴയ കാലത്തെ പേര് ബോംബെ ഉള്ളിന്ന്. ബോംബെ ഉള്ളി അത് എത്ര കാലമായിട്ടാണ് നമ്മളെ നാട്ടിൽ ഉള്ളി ഇറങ്ങിയിട്ട്? ആ ഉള്ളി വളരെ അടുത്ത കാലത്താണ്. ഞങ്ങളൊക്കെ കച്ചവടം ചെയ്തിട്ടാണ് ആ ഉള്ളി നാട്ടില്. അതിന്റെ മുമ്പില്ല. കരിങ്കലത്താണ് ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നില്ലേ? കരിങ്കലത്താണ് ഈ ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ചെക്ക് പോസ്റ്റ് കരിങ്കലത്താണില്ല. വേറെ ചെക്ക് പോസ്റ്റ് പോസ്റ്റ് ഇവിടെ ഇല്ല. ഇവിടെ അല്ലേ ചുയിപ്പമുക്കാര് നമ്മളെ മണ്ണാർക്കടത്താണ്ട് പിന്നെ മണലടി ചെക്ക് പോസ്റ്റ്. അട്ടപ്പാടി വഴിക്ക് വരുന്നു. പിന്നെ ഇങ്ങനെ പോകുമ്പോ ഇവിടെ പാലക്കാട് പോകുമ്പോ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് എന്താ കൊടുക്കല് അവിടെ അടുത്ത സ്ഥലത്തുണ്ട്. അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് കേബേജ് എന്നൊക്കെ ഒന്ന് പറയും. അന്നത്തെ കാലത്ത് മുട്ടക്കൂസ് എന്നാ പറയുന്നത്. ഈ സാധനം ഇപ്പൊ നമ്മളെ നാട്ടിലെത്തിയിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും? അതും വളരെ കുറച്ച് കാലമായിട്ടുള്ളേ. ഇപ്പൊ ഞങ്ങളൊക്കെ കച്ചവടം ചെയ്തതിന്റെ ശേഷമാണ്. ഞങ്ങള് തക്കാളിയാണ് ഇപ്പൊ അന്ന് വിപുലമായിട്ട് കിട്ടുന്ന ഒരു സാധനം. അട്ടപ്പാടി അത് ഇവിടെ കൊടുത്തിട്ട് ഞങ്ങൾ വിൽക്കാൻ പറ്റുമ്പോഴത്തേക്കും ഒരു വിലല്ല. കാരണം ഒരു പണ്ടപ്പാക്ക് അറിയാം കച്ചവടം ചെയ്യുന്ന കാലത്ത്. ഇപ്പൊ ഇവിടെ അന്ന് ഈ നമ്മളെ ഈ 55 പോയിട്ട് അവിടെ പച്ചക്കറി കച്ചവടക്കാരനായിരുന്നു. ഒരു സ്ഥിരമായിട്ട് നമ്മളെ ഞായറാഴ്ച ഞാനിത് പറയാൻ കാരണം അറിയോ? ഇന്ത്യയൊക്കെ ചെറുപ്പം എന്ന് വെച്ചാൽ ഒരു 5 വയസ്സിന്റെ താഴെ ആയിരിക്കും, അല്ലെങ്കിൽ ആ പ്രായക്കാർ ആദ്യമായിട്ട് എന്റെ വീട്ടില് മാറ്റി അന്ന് മുട്ടക്കൂസ് എന്നാ പറയാ. കേബേജ് എന്നൊന്നും ഇപ്പൊ എന്നെ പറയുള്ളൂ. അത് മുട്ടക്കോസ്. ഇപ്പൊ മുട്ടക്കോസ് കൊടുത്തിട്ട് മാറ്റി ഇമ്മാനോടും വല്യമ്മാടും വെക്കാൻ പറഞ്ഞു. ഇവരെന്ത് കാട്ടി അതിങ്ങനെ തോല് പൊടിച്ചിട്ട് മറ്റേ വെള്ളത്തിലിട്ടപ്പോ ഇത് മൂളിക്ക് ഇങ്ങനെ വരുന്നത്. വലിയ ഒരു പാത്രത്തിൽ ഇവർ ഇതൊക്കെ പാടെ പൊടിച്ചെടുത്ത് ഇപ്പൊ വന്നപ്പോ ഇത് തിളച്ചുകൊണ്ടേയിരിക്കുകയാണ്. ബോംബെ ഉള്ളി ബോംബെക്കാരെയോ ഉള്ളി പൂനിയിലുണ്ടായിരുന്നതാണ്. പക്ഷെ എങ്കിലും ബോംബെക്കാരാണെന്ന് ഉപയോഗിച്ചിരുന്നത്. ഇവിടെ പട്ടണത്തെ ഉണ്ടായാലും കൊണ്ടിട്ട് വെള്ളുള്ളിയൊന്നും കിട്ടുമെന്ന് അറിയാം. വെള്ളുള്ളി നമ്മളെ 1964 എനിക്ക് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ഒരു അറബി മാസം വന്നു തിരുവനന്തപുരത്ത്. അതെനിക്ക് ചായ കച്ചവടമുണ്ട്. അയാൾ നടാടെ നമ്മളെ CH മുഹമ്മദ് പോയ വിദ്യാഭ്യാസ മന്ത്രി അതിൻ്റെ ശേഷമാണ് ആ സസ്തികേന്ദ്രം ഉണ്ടാക്കിയത്. ഈ അറബി മാസം അതില് ഇയാള് നടാളത്തെ അപ്പോയിൻമെന്റില്. അപ്പൊ അയാൾ തന്നെ അതിൽ കൂടി എന്തോ പെരുക്കും കൊണ്ട് നടക്കുന്ന ആള് ഈ 7ാം ക്ലാസ് പാസ്സായിരുന്നു. അതുകൊണ്ട് അയാൾ പിന്നെ അറബിക്ക് പാസ്സായിട്ടാണ് വന്നതാണ്. ഷാവുല്ലാം എപ്പോഴും അയാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഇപ്പൊ ഈ അടുത്ത ഒരു മാസക്കണക്കിനും കാണ്ടായിട്ടുള്ള മരിച്ചിട്ടുണ്ട്. എൻ്റെ അതേ പ്രായം. അപ്പോൾ നമ്മളെ പീടിയുടെ സൈഡിൽ റൂമുണ്ടായിരുന്നു വീഡിയോ കടയിൽ. അതാണ് മൂപ്പർക്ക് ഫ്രീ ആയിട്ട് താമസിക്കാൻ കൊടുത്തത്. പിന്നെ വാടക കൊടുത്താൽ മുതലാവില്ല. 80 ഉറുപ്പ്യാണ് അയാൾ ശമ്പളം ചേരുമ്പോൾ എനിക്കറിയാം. പിറ്റേ കൊല്ലം 84 4 ഉറുപ്പ്യ ഒരു അഗ്രിമെന്റ് 64-65 കാലത്താണ്. എന്നിട്ട് അതിൽ നിന്ന് അയാൾ ഇവിടെ ജീവിച്ചിട്ട് നാട്ടിൽ പോകുമ്പോൾ ചെറിയൊരു മിച്ചം എന്തെങ്കിലും ഉണ്ടാക്കി പോയി.
ആ കാലത്ത്. അന്ന് നമ്മൾ ആ ഡീലക്സ് ബസ് ഇറങ്ങിയ കാലമാണ്. അതിനാണ് മൂപ്പര് യാത്ര ചെയ്യുക. എന്നിട്ട് ഞാൻ കൊണ്ടുപോയി കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാൻഡിൽ പോയിട്ട് രാത്രി കയറ്റി വിടുക. 9:15 9:30 എത്തുന്നത്. അങ്ങനെ എന്താണ് 4 വർഷം CH കാലത്ത് അയാൾ വന്നു. CH മന്ത്രി ആയ കാലത്ത് തന്നെ അയാൾ കൊണ്ട് ട്രാൻസ്ഫർ വാങ്ങി പോവുകയും ചെയ്തു. 4 വർഷം ഇവിടെ നമ്മളെ ജോലി. ഏതായാലും ഇങ്ങനെ ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് കിട്ടിയതല്ലേ. ഇന്നത്തെ ചർച്ച വളരെ ഗംഭീരമായിട്ട് ഒന്നും കൂടി നിങ്ങളെ ഒരു അഭിപ്രായം കൂടി പറയാം. നമ്മളെ ഈ ചരിത്ര പുസ്തകം ഇറക്കലിൽ എന്താ നിങ്ങളുടെ അഭിപ്രായം? നല്ലതാണ്. പിന്നെ ഇതിപ്പോ ഈ കാര്യങ്ങളെ ഇതിപ്പോ നമുക്ക് കായ്വെട്ടാൻ കിട്ടൂല. കിട്ടിയ ഇതിപ്പോ എന്റെ അമ്മസാക്ക മറ്റേ അമ്മ ഉണ്ടായി. നമുക്ക് 93 വയസ്സായിരുന്നു. ഇതേമാതിരി ഒരു ചരിത്രകാരൻ മറ്റേ ഇവിടുന്ന് നമ്മളെ ഈ താണൂര് തിരൂരാ ഭാഗത്തുനിന്ന് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഇങ്ങനെ വീടിൽ നിന്ന് പരിചയപ്പെട്ടിട്ട് പറഞ്ഞു എനിക്ക് കുറച്ച് പ്രായൻ്റെ 2-3 ആളെ കിട്ടണം. എന്തോ ഒരു ബുക്ക് ഇറക്കുന്നുണ്ട്, അതിലേക്ക് ചരിത്രം എഴുതിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ വായങ്ങൾ എൻ്റെ ഒരു അമ്മൂസാക്കുണ്ട്. മൂപ്പര് കുറേ ചരിത്രം അറിയാം. ഞങ്ങളൊക്കെ ഇപ്പോൾ ചെറുപ്പക്കാരല്ലേ. ഞങ്ങളിപ്പോൾ അതിൽ മൂപ്പര് പോലെ തീർത്ഥാണ്ട് അഡ്രസ്സൊക്കെ വാങ്ങി പോയി. അവിടെ മൂപ്പരേക്ക് ഒരുപാട് വിവരമൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെ പിന്നിൽ വേറെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് അയാളെ കൂടുതലാളുണ്ടായിരുന്നു. ഒരു നമ്മളെ ഈ സംഘടന പേരിൽ ഒരു സ്കൂളുണ്ട് അവിടെ, ഹൈസ്കൂള്. അതിൽ ഈ +2 ഇല്ല. ഓർക്ക് ഈ +2-ന് എന്താണ് വിദ്യാർത്ഥികളെ വേറെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് വേണം പരീക്ഷ എഴുതിക്കാൻ. അപ്പോൾ ഓർക്ക് മുസ്തഫാനായിട്ടൊന്ന് ബന്ധപ്പെട്ട് നമ്മളെ ഓനന്ന് കുഞ്ഞാലിക്കുട്ടിൻ്റെ ആണ്. അതിൽ പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ മുസ്തഫാനെ അറിയിച്ചില്ല, ബന്ധമുള്ള ആൾക്കാരാണ്, ഞങ്ങൾ കുടുംബം ഉണ്ടെന്നൊക്കെ പറഞ്ഞങ്ങനെ. അങ്ങനെ അയാൾ അതിൽ പറ്റിക്കൂടിയിട്ട് അയാൾക്ക് ഇങ്ങനെ മുസ്തഫാനെ ഞാൻ പറഞ്ഞു നിങ്ങൾ ചെന്ന് ബന്ധപ്പെട്ടാൽ മതി, എൻ്റെ വീട് എന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. മുസ്തഫാന്റെ കാര്യം പറയുമ്പോ എന്താ അറിയോ, അതായത് ഓനെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് ഒരു +2 കിട്ടിയാൽ പോലെ ഞങ്ങൾക്ക് കിട്ടിയാൽ മതിയാ. അപ്പോൾ ഒരു മജീദിനായിട്ട് തെറ്റുവാണ്, KP മജീദിനായിട്ട് വലിയ സുഖമല്ല. അപ്പോൾ എന്താണ് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു ഇത് കിട്ടാൻ ചരിത്രമൊന്നും ഉണ്ടാകുന്നില്ല, എന്തായാലും കായിൻ്റെ കാര്യമാണ് നമ്മൾ പറയില്ല. കായങ്ങൾ മുസ്തഫാന്റെ ഞങ്ങളും കായിൻ്റെ കാര്യത്തിൽ ഞങ്ങളും അറിയില്ല, നിങ്ങളും സാമ്പത്തികം വാങ്ങി ഉപയോഗിച്ചോളൂ ഞങ്ങളെ അറിയില്ല. മുസ്തഫാന്റെ കാര്യം പറഞ്ഞാൽ എന്താ പറയുക, നമ്മളെ താഴെക്കൊണ്ട് ശരിക്കും ഒരു അഭിമാനമാണ് മുസ്തഫ. അതായത് ഓനെ കൊണ്ട് ഓനാ പ്രകടമായിട്ടുള്ള പ്രവർത്തനമല്ല, ഓൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന ഏത് വിഷയവും ഓന് താഴെക്കൂട്ടേക്ക് വേണ്ടിയിട്ട് നല്ല ആർക്ക് വേണ്ടിയോ ചെയ്യുന്നുണ്ട്. ഇനി ഒറ്റ ചോദ്യം കൂടി ഇനിയിപ്പോൾ എൻ്റെ ഇടക്കത്ത് പറയാം, ഇതില്ലേ ഐസിൻ്റെ സംസ്കാരം. ഇപ്പം നമ്മൾ ഐസ്ക്രീം അത് ഇതെന്നും പറഞ്ഞ 100,000 ഐസ്ക്രീം ഉണ്ട്. ഈ ഐസ് നമ്മളെ നാട്ടിലിറങ്ങിയിട്ട് എത്ര കാലം ആയിട്ടുണ്ടാവും. ഇപ്പം ഞങ്ങൾ ഇപ്പൊക്കെ കച്ചവടം ചെയ്യുമ്പോൾ, മീൻ കച്ചവടം ചെയ്യുമ്പോൾ ഐസ് എന്നുള്ളൊരു വസ്തുവേ ഇല്ല. അതായത് മംഗലാപുരം മത്തി എന്ന് പറഞ്ഞാൽ അത് മറ്റേ ലോറിയിൽ വരികയില്ല, എന്നിട്ട് ആ കോരി കൊണ്ട് കോരി കൊട്ടയിൽ നടക്കില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഐസ് നടാടെ വന്നിട്ടുള്ള മണ്ണാർക്കാടുന്ന പെരിന്തൽമണ്ണെന്നും കൂടിയല്ല, പെരിന്തൽമണ്ണെന്നും കൂടി അതിൻ്റെ പരിഷ്കാരം ആയിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതായത് ആ സൈക്കിളിൽ വലിയ ഒരു ഇങ്ങനെ കെട്ടി ഒരു ഐസ് ബോക്സ് ഇങ്ങനെ കെട്ടിയിട്ട് അതിലിങ്ങനെ അതായത് ഇങ്ങനെ കുട്ടികളത് ഇങ്ങനെ കണ്ടാൽ അന്ന് കുട്ടികൾക്ക് എന്ത് പഠിച്ചിട്ടില്ല. പിന്നെ ഇതിന്റെ ഒരു ഒച്ച ഉണ്ട് മറ്റേ അതെ ആ കേട്ടാ കുട്ടികൾക്ക് കണവര് നമ്മളെ പിന്നെ ഒരു ഒറ്റ സംസ്ഥാന കമ്മിറ്റി പോലും നടത്താത്ത, ഇതുവരെ ഒരു യൂണിറ്റ് പോലും നടത്താത്ത ഒരു സംഭവമാണ് നമ്മൾ ഈ താഴെക്കൂടി യൂണിറ്റ് ചരിത്ര പുസ്തകം എന്ന് പറഞ്ഞിട്ട് 4 പതിറ്റാണ്ട് ചരിത്ര പുസ്തകം ഇറക്കുന്നത്. അപ്പൊ എന്തായാലും അത് സംസ്ഥാനത്ത് തന്നെ ഒരു വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം. ഇതുവരെ ആരും അതിന് മുതിർന്നു വന്നിട്ടില്ല. ഒരു 4 പതിറ്റാണ്ടിന്റെ ചരിത്രം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് ഭാവിയിൽ പിന്നെ ഈ ഒരു മുന്നിട്ടിറങ്ങി ഞങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു 50 കൊല്ലം കൂടി കഴിഞ്ഞാലും നമ്മൾ 2ാമതും 3ാമതും വരുന്ന തലമുറക്ക് ഇവിടെ എങ്ങനെ ആളുകൾ ഉണ്ടായിരുന്നു, ഇവിടുത്തെ പഴയകാല പിന്നെ വ്യാപാര പിന്നെ വിലകളും ചരിത്രങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പുസ്തകം ഇറക്കണം. അപ്പൊ അതിനെ കുറിച്ചിട്ട് ആചാര്യക്ക് എന്താണ് ഒരു അഭിപ്രായം പറയാനുള്ളത്?
അത് നല്ലതാണ്. കാരണം എന്താണ് നമ്മളെ ഭാവി തലമുറക്ക് എന്താണ് അത് മനസ്സിലാക്കാനൊരു ഇതാണല്ലോ. ഈ വീടൊന്നും ഇപ്പൊ ഒരിക്കലും ട്രെൻഡ് എന്താ ബാക്കിലേക്ക് ഒരു കുട്ടി തിരിഞ്ഞു നോക്കൂല. അത് കുട്ടികളെല്ലാവരും കുറ്റം പറയേണ്ടത്. നമ്മൾ ഉത്തരവാദിത്തം കഴിഞ്ഞു പോയ ചരിത്രം എന്താണെന്ന് കുട്ടികളെ മനസ്സിലാക്കി അതാണ് തലമുറയിലേക്ക് വരും. തലമുറയിലേക്ക് അത് മനസ്സിലാക്കി കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്തം മുതിർന്ന തലമുറയിൽ പക്ഷെ നമ്മളതാണ്. കുട്ടികൾക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാൻ നമ്മൾ പറയണം. ചരിത്രം എന്താണെന്ന് അറിയണം. അപ്പോഴാണ് ഇന്നത്തെയും അന്നത്തെയും കാലത്തിന്റെ വ്യത്യാസവും അതിൽ നിന്ന് പഠിക്കാനുള്ളതൊക്കെ ഊർക്ക് മനസ്സിലാക്കുമ്പോൾ നമ്മളാണ് ഉത്തരവാദികൾ. ഇപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കാൻ പാടില്ല, ഈ ഒരു വീഡിയോ എടുക്കുക, എന്നാലും പറയാം. ഇന്നത്തെ കുട്ടികളുടെ സംസ്കാരത്തിൽ, അതായത് ജീവിതശൈലിയിലേക്ക് ഉത്തരവാദി നമ്മൾ മാത്രമാണ്, രക്ഷിതാക്കൾ മാത്രമാണ്. കുട്ടികളെ നമ്മൾ വെറുതെ കുറ്റം പറയുകയാണ്. ഇപ്പോൾ നമ്മളെ കാലത്ത് മന്തി ഉണ്ടായിരുന്നു, നമ്മളെ കാലത്ത് ഷവർമ ഉണ്ടായിരുന്നു, നമ്മളെ കാലത്ത് ബ്രോസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഭക്ഷണ ശൈലിയിലടക്കം ജീവിതശൈലിയിലൊക്കെ ഉത്തരവാദി നമ്മളാണ് എന്ന് വെച്ചാൽ എൻ്റെ തലമുറയിൽപ്പെട്ടത്. അതായത് ഇപ്പോൾ നമ്മൾ മേടിച്ചു കൊടുക്കുകയാണ് ഇവർക്ക്, പിന്നെ ഇവരതിനെ അഡിക്റ്റ് ആകുകയാണ്. അപ്പൊ അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് മാറ്റങ്ങൾ എത്രത്തോളം വരുത്താൻ പറ്റും നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കും. ഈ ഫുഡ് എന്നുള്ള ആ ഒരു ഏതായാലും തലമുറയ്ക്ക് നമുക്കൊരു പുതിയ ജീവൻ നൽകാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ ഏതായാലും ഇപ്പൊ നിങ്ങളൊക്കെ പിന്നെ വീടുകളിൽ ഈ ചരിത്ര പുസ്തകങ്ങൾ ഉണ്ടാകുമ്പോൾ കുറച്ചു കാലം കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ എന്റെ വല്യപ്പി മറ്റുള്ള ബന്ധപ്പെട്ടവരൊക്കെ ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ എന്നുള്ളൊരിത്. കാരണം ഇപ്പോൾ നടത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതും ഈ തലമുറയിൽ പിന്നെ കഴിഞ്ഞാൽ നമുക്ക് പോലും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ പിന്നെ 10, 60, 65 അതുപോലെ തന്നെ 50, 55 വയസ്സുള്ള ആളുകൾക്ക് പോലും അറിയാത്ത ചരിത്രങ്ങളാണ്. അപ്പൊ ഏതായാലും ഇങ്ങനത്തെ കാര്യങ്ങൾ മുന്നിട്ടിറങ്ങി എന്നുള്ളത് വളരെ സന്തോഷം. താഴെക്കോട്ടുനിന്ന് വരുന്ന പള്ളി കഴിഞ്ഞിട്ട് ഇപ്പൊ നിലവിൽ കാണുന്ന ചെറിയ പാലം അതന്നില്ല. പിന്നെ അപ്പുറത്തുകൂടി നടപ്പാലുണ്ട്. എല്ലാ വണ്ടി പോലും എപ്പടി അങ്ങനെ നിലമ്പതി അവിടെ നിലമ്പതി. പിന്നെ ഇപ്പം പറയാം, ഞാനും മജീദും മറ്റേ അതിന്റെ മുട്ടേട്ടനെ അനീഫ് ഞങ്ങളൊക്കെ പാടെ കൂടിയിട്ട് 5-6 ആള് സാമാനം കൊണ്ടുവരുമ്പോ 2 വണ്ടി മാത്രമേ ഇപ്പം ഇങ്ങോട്ട് കയറി പോയുള്ളൂ. സുബാന്റെ ഒരു ചവറേറ്റ് അതിൽ കുറച്ചിലേ കൊള്ളു, പത്തിയാക്കലേ കൊള്ളു. പിന്നെ ഈ നമ്മളെ കുഞ്ഞാപ്പോജിയുടെ അഞ്ചനൊരു മാഷുണ്ടല്ലോ, അയാൾക്കൊരു 4 വീലർ വണ്ടി ഉണ്ടായിരുന്നു, ഒരു പിന്നെ മഹേന്ദ്ര. അതിന്റെ ഡ്രൈവറിന്റെ തുകക്കാരനെ മറ്റേ പൊന്മാന്തോടിയിൽ ആളൊരു അബുവക്കാന്നാണ്. അയാളെ കിട്ടണം. അല്ലെങ്കിൽ തോന്നി ഞങ്ങൾ 5-6 ആളെ സാധനം കൊണ്ടുവരണമെങ്കിൽ അയാളെ കിട്ടണം. അതിനിങ്ങനെ കാത്തു നിൽക്കുക. ഓൻ എപ്പോഴാ ദിവസം ആഴ്ചയിൽ ഒരു വട്ടം പോകും. അന്നേരം പോയാ അത് കിട്ടുമ്പോഴാ പോവില്ല. അതുമല്ല, വെറ്റില മുതൽ എല്ലാ സാധനവും അന്ന് അവിടുന്ന് കൊണ്ടുവരും. പിന്നെ അന്നെന്ന് പറഞ്ഞ പ്രധാന വിപണി ആഴ്ചയിലെ ഞായറാഴ്ച പെരിന്തൽമണ്ണയിലെ ചന്തയാണല്ലോ. അതെ, അത് അന്നേ ആ ചന്തക്ക് പോയാൽ പിന്നെ പിറ്റേ ഞായറാഴ്ച ആഴ്ചയിൽ സാധനം കൊടുക്കുന്ന സാധനം കഴിഞ്ഞാൽ പിന്നെ സാധനമില്ല, ചന്തയിൽ കിട്ടുള്ളൂ. പിന്നെ പിറ്റേ ചന്തക്ക് കിട്ടുള്ളൂ. ആ വെറ്റില മുതൽ എല്ലാ സാധനവും ആയിക്കോട്ടെ. ഏതായാലും ഇന്നത്തെ ചർച്ച ഇന്നലെ ഞങ്ങള് പിന്നെ മാളികത്തോടി മൊയ്യൻകുട്ടിയാജിന്റെ അടുത്ത് പോയിരുന്നു. അപ്പോ ചർച്ച പിന്നെ ഒരുപാട് ചരിത്രങ്ങൾ കേട്ടു. അതിനേക്കാൾ കൂടുതൽ ഒന്നും കൂടി വിശാലമായിട്ടുള്ളൊരു ചർച്ചയാണ് ഇന്ന് നടന്നത്. ഏതായാലും ഇന്നത്തെ ചർച്ചയില് ബഹുമാനപ്പെട്ട നമ്മളെ പിന്നെ ആചാര്യ ഒടുവിൽ അബൂബക്കർ ഹാജി, ഞങ്ങളെ യൂണിറ്റിന്റെ സീനിയർ മെമ്പറാണ്. ഏതായാലും ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തതിന് യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് 1000 നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ പിന്നെ ഈ വീഡിയോയിൽ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി മമ്മൂക്കുട്ടി കാരാട്ടിലുണ്ട്. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട AK മജീദ് അടക്കമുള്ളവർ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഹൃദയംഗമായ നന്ദിയും കടപ്പാട് യൂണിറ്റ് കമ്മിറ്റിക്ക് വേണ്ടി അറിയിക്കുകയാണ്.